जय जय राम राम, जय जय सीतापदे, ശ്രീമാരുതേ നമ. ഇന്ന് ശ്രീരാമചന്ദ്ര സുപ്രഭാതം കേട്ടിട്ട് ഈ നല്ല രാമായണ പാരായണം ആരംഭിക്കാം. ശ്രീരാമചന്ദ്ര മനുജോത്തമ വിഷ്ണുമൂർത്തേ, സീതാഭിരാമ സുരവന്ദിത ചാരുമൂർത്തേ, സൗമിത്രി സേവിത ശുഭാംഗ കുശാഗ്രബുദ്ധേ, ധർമ്മിഷ്ഠ കോസലപദേ തവ സുപ്രഭാതം. ശ്രീരാമകഞ്ചദളലോചന മഞ്ജുമൂർത്തേ, സർവപ്രപഞ്ച പരിഭാസിത ദിവ്യദീപ്തേ, കൈവല്യദായക വിശിഷ്ട ഗുണാംബുരാശേ, ധർമ്മിഷ്ഠ കോസലപദേ തവ സുപ്രഭാതം. കല്യാണ രാമ കരുണാകര കാമധേനു, ലോകാഭിരാമ ജനമോഹന രാജസൂനു, ആത്മാഭിരാമ രഘുപുംഗവ വീരബാഹു, ധർമ്മിഷ്ഠ കോസലപദേ തവ സുപ്രഭാതം. പുണ്യാവതാര പുരുഷോത്തമ ദീനബന്ധോ, സുസ്മേര നിത്യവദനാംബുജ ഭാഗ്യസിന്ധോ, നക്തഞ്ജരാന്നയ സുരാന്നയ നാശഹേതോ, ധർമ്മിഷ്ഠ കോസലപദേ തവ സുപ്രഭാതം. ധർമാർത്ഥ കാമ പരമോന്നത മോക്ഷദായിൻ, കർമാനുസാര ബലദായക ഭാഗ്യദായിൻ, കൈലാസവാസി ഹരി ശക്തമനോ നിവാസിൻ, ധർമ്മിഷ്ഠ കോസലപദേ തവ സുപ്രഭാതം. വൈരാഗ്യയോഗി വര ഗൗതമ ഭക്തഹല്യ, മോക്ഷപ്രദായക നിശാചര വംശശത്രോ, സീതാമഹാർഹതിഹരിണോന്മുഖ ചന്ദ്രഭാനോ, ധർമ്മിഷ്ഠ കോസലപദേ തവ സുപ്രഭാതം. സത്യസ്വരൂപ വര ഭാർഗവ ദർപ്പഹാരിൻ, ഭാഗ്യപ്രദീപ ഭവരോഗഭയാർത്തിഹാരൻ, ഭക്തപ്രിയങ്കര വിഭീഷണ രക്ഷദായിൻ, ധർമ്മിഷ്ഠ കോസലപദേ തവ സുപ്രഭാതം. താതസ്യ സത്യമനുപാലയിതം സ്വരാജ്യം, സംത്യജ്യ ലക്ഷ്മണ വിദേഹ സീതാസമേതം, സന്യാസി വേഷധര കാനന ദേശവാസിൻ, ധർമ്മിഷ്ഠ കോസലപദേ തവ സുപ്രഭാതം. ഭക്തോത്തമ പ്രവരവായു സുതസ്യ ചിത്തേ, ഭക്തി സമേത സുഖ സംസ്ഥിത വിശ്രുതാത്മൻ, ബ്രഹ്മാണ്ഡ കോടിധര വരധന്യമൂർത്തേ, ധർമ്മിഷ്ഠ കോസലപദേ തവ സുപ്രഭാതം. മുക്താനുരൂപ പദദായക ചക്രപാണേ, ശക്തിസ്വരൂപ സമരോന്മുഖ ശസ്ത്രപാണേ, വേദാന്തസാര പരമാത്മചരാചരാത്മൻ, ധർമ്മിഷ്ഠ കോസലപദേ തവ സുപ്രഭാതം. സൃഷ്ടിസ്ഥിതി പ്രളയകാരണ വിശ്വമൂർത്തേ, സത്യപ്രബോധക നിരാമയ ദിവ്യമൂർത്തേ,
സംസാരതാരക സുധാമയ പുണ്യമൂർത്തേ ധർമ്മിഷ്ഠകോസലപദേ തവ സുപ്രഭാതം. ധർമ്മിഷ്ഠകോസലപദേ തവ സുപ്രഭാതം. ഓം ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാ ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ഗണപതിയേ നമഃ. ഓം സംസരസ്വതീ നമഃ. പൂർവം രാമതപോവനാധിഗമനം അത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീ മർദ്ദനം കൃത്വാ രാവണ കുംഭകർണനിധനം സമ്പൂർണ്ണ രാമായണം. രാമായണം മഹാകാവ്യം സർവദേവേഷു സമ്മതം സർവപാപപ്രശമനം ദുഷ്ടഗ്രഹനിവാരണം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. അധികായവധം. കുംഭകർണൻ മരിച്ചോരു വൃത്താന്തവും കമ്പം വരുമാറു കേട്ടു ദശാനനൻ മോഹിച്ചു ഭൂമിയിൽ വീണു പുനരുടൻ മോഹവും തീർന്നു മുഹൂർത്തമാത്രം കൊണ്ടു പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു ഖിന്നനായൊരു ദശഗ്രീവനെ തഥാം ചെന്നു തൊഴുതു പറഞ്ഞു ത്രിശിരസം ഉന്നതനായോരധികായ വീരനും ദേവാന്തകനും നരാന്തകനും ഏവം മഹോദരനും മഹാപാർശ്വനും മത്തനും ഒരുമിച്ചതിശക്തിയേറിയിടം നിശാചരവീരന്മാർ 8 പേരും സമരത്തിൻ ഒരുമ്പെട്ടു ദുഷ്ടനാം രാവണൻ തന്നോട് ചൊല്ലിനാർ ദുഃഖിപ്പതിനെന്തു കാരണം ഞങ്ങൾ ചെന്നൊക്കെ രിപുക്കളെ കൊന്നു വരാമല്ലോ യുദ്ധത്തിനായ അയച്ചിടുകിൽ ഞങ്ങളെ ശത്രുക്കളാൽ ഒരു പീഡയുണ്ടായി വരാം എങ്കിലോ നിങ്ങൾ പോയി ചെന്ന് യുദ്ധം ചെയ്തു സങ്കടം തീർക്കെന്നു ചൊന്നാൻ ദശാനനൻ കണ്ടുകൂടാതോളമുള്ള പെരുമ്പടയുണ്ടതും കൊണ്ടുപോയിക്കൊള്ളിനെല്ലാവരും ആയുധവാഹന ഭൂഷണജാലവും ആവോളവും കൊടുത്താൻ ദശകന്ധരൻ വെള്ളം കണക്കെ പരന്ന പെരുമ്പടയ്ക്കുള്ളിൽ മഹാരഥന്മാരിവരൻ വരും പോർക്കു പുറപ്പെട്ടു ചെന്നതു കണ്ടളവുകോടടുത്തു കവിപ്രവരന്മാരും സംഖ്യയില്ലാതോളമുള്ള പെരുമ്പടവൻകടൽ പോലെ വരുന്നതോ കണ്ടള അന്തകൻ വീട്ടിലാക്കിയിടിനാർ സത്വരം എന്തൊരു വിസ്മയം ചൊല്ലാവതല്ലേതും കല്ലും മലയും മരങ്ങളും കൈക്കൊണ്ട് ചെല്ലുന്ന വീരരോടേറ്റു നിശാചരൻ കൊല്ലുന്നിതാശു കവിവരന്മാരെയും നല്ല ശസ്ത്രാസ്ത്രങ്ങൾ തൂകിക്ഷണാന്തരേ
വാരണവാജിരഥങ്ങളും കാലാളും ധാരുണന്മാരായ രാക്ഷസവീരരും വീണു മരിച്ചുള്ള ചോരപ്പുഴകളും കാണായിതോ പലതായൊലിക്കുന്നതും അന്തമില്ലാതെ കബന്ധങ്ങളും പലതന്തികേ നൃത്തമാടി തുടങ്ങി. തഥാം രാക്ഷസരൊക്കെ മരിച്ചതു കണ്ടതി രൂക്ഷതയോടും അടുത്ത നരാന്തകൻ കുന്തവുമേന്തി കുതിരപ്പുറമേറി അന്തകനെ പോലെ വേഗാലെടുത്തപ്പോൾ അങ്കദൻ മുഷ്ടികൾ കൊണ്ടവൻ തന്നുടൽ ഭംഗം വരുത്തിയ മപുരത്താക്കിനാൻ. ദേവാന്തകനും പരിഘവുമായി വന്നു ദേവേന്ദ്രപുത്ര തനയനോടേറ്റിതോ വാരണമേറി മഹോദരവീരനും തെരിലേറി തൃശിരസ്സും അണഞ്ഞിതോ. മൂവരോടും പൊരുതിടിനാനങ്കദൻ ദേവാദികളും പുകഴ്ത്തിനാരന്നേരം കണ്ടു നിൽക്കും വായുപുത്രനും നീലനും മണ്ടി വന്നാശു തുണച്ചാരതു നേരം. മാരുതി കൊന്നിതോ ദേവാന്തകനെയും വീരനാം നീലൻ മഹോദരൻ തന്നെയും. ശൂരനാകും തൃശിരസിൻ തലകളെ മാരുതി വെട്ടിക്കളഞ്ഞു കൊന്നിടിനാൻ. വന്നു പൊരുതാൻ മഹാപാർശ്വരൻ നേരം കൊന്നുകളഞ്ഞാൻ ഋഷഭൻ മഹാബലൻ. മത്തനും ഉന്മത്തനും മരിച്ചാർ കവിസത്തമന്മാരോടെതിർത്തതി സത്വരം. വിശ്വൈക വീരൻ അധികായനന്നേരം അശ്വങ്ങളായിരം പൂട്ടിയ തേരതിൽ ശസ്ത്രാസ്ത്രജാലം നിറച്ചു വില്ലം ധരിച്ച അസ്ത്രജ്ഞൻ അത്യർത്ഥ ഉദ്ധത ചിത്തനായി യുദ്ധത്തിനായി ചെറിഞ്ഞാണൊലിയമിട്ടു. നക്തഞ്ചര ശ്രേഷ്ഠപുത്രൻ അടുത്തപ്പോൾ നിൽക്കരുതാഞ്ഞു ഭയപ്പെട്ട വാനരരൊക്കെ വാൽ പൊങ്ങിച്ചു മണ്ടി തുടങ്ങിനാർ. സാമർത്ഥ്യമേറെയുള്ളോരധികായനെ സൗമിത്രി ചെന്നു ചെറുത്താനതു നേരം ലക്ഷ്മണ ബാണങ്ങൾ ചെന്നടുക്കും വിധോ തൽക്ഷണേ പ്രത്യഗ്മുഖങ്ങളായി വീണുപോം. ചിന്ത മുഴുത്തേതുമാവതല്ലാഞ്ഞേറ്റമന്തനായി സൗമിത്രി നിൽക്കുന്നതു നേരം മാരുതദേവനും മാനുഷനായി വന്നു സരനാം സൗമിത്രിയോടു ചൊല്ലിടിനാൻ. പണ്ടു വിരിഞ്ചൻ കൊടുത്തോരു കഞ്ചുകമുണ്ടത് കൊണ്ടിവനിൽ കയ്യില്ലായുധം ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഇന്നിനി ബ്രഹ്മാസ്ത്രമെയ്തിവൻ തന്നെ വധിക്ക നീ. പിന്നെ നിന്നാൽ വധിക്കപ്പെടും ഇന്ദ്രജിത്തുന്നതനായ ദശാനനൻ തന്നെയും കൊന്നു പാലിക്കും ജഗത്രയം രാഘവൻ എന്നു പറഞ്ഞു മറഞ്ഞു സമീരണൻ. ലക്ഷ്മണനും നിജപൂർവജൻ തൻ പദമുൾക്കാമ്പിൽ നന്നായി ഉറപ്പിച്ചു വന്ദിച്ചു പുഷ്കര സംഭവ ബാണം പ്രയോഗിച്ചു തൽക്ഷണേ കണ്ഠം മുറിച്ചാനതു നേരം ഭൂമോപതിപ്പോരധികായ മസ്തകമാമോദം ഉൾക്കൊണ്ടെടുത്തു കപികുലം രാമാന്തികെ വച്ചു കൈതൊഴുതിടിനാ. രാമയം പൂണ്ടു ശേഷിച്ച രക്ഷോഗണം. ദ്രജിത്തിന്റെ വിജയം രാവണനോടറിയിച്ചോരവസ്ഥകൾ ഹാവിധി എന്നലറുതി ദശകണ്ഠനും മക്കളും തമ്പിമാരും മരുമക്കളും ഉൾക്കരുത്തേറും പടനായകന്മാരും മന്ത്രികളും മരിച്ചിടിനാരേറ്റവരെന്തിനി നല്ലതോ ശങ്കരാ ദൈവമേ. ഇത്തം വിലാപിച്ച നേരത്ത് ചെന്നിന്ദ്രജിത്തും നമസ്കരിച്ചിടിനാൻ താതനെ. ഖേദമുണ്ടാകരുതേതുമേ മാനസേ, താതനു ഞാനിക ജീവിച്ചിരിക്കവേ
ശത്രുക്കളെ കൊല ചെയ്തു വരുന്നതുണ്ടത്തലും തീർന്നിരുന്നരുളേണമേ. സ്വസ്ഥനായി വാഴുക ചിന്തയും കൈവിട്ട് യുദ്ധേ ജയിപ്പാൻ അനുഗ്രഹിക്കണമേ. നിന്നതു കേട്ടു തനയനേയം പുണർന്നെന്നേ സുഖമേ ജയിച്ചു വരിക നീ. വമ്പനാം പുത്രനും കുമ്പിട്ടു താതനെത്തൻ പടയോടും നടന്നു തുടങ്ങിനാൻ. ശംഭുപ്രസാദം വരുത്തുവാനായി ചെന്ന് ജംബാരിജിത്തും നികുംബില പുക്കിതോ. സംഭാരജാലവും സമ്പാദ്യസാദരം സംഭാവ്യഹോമം ആരംഭിച്ചിതന്നേരം. രക്തമാല്യാംബരഗന്ധാനുലേപനയുക്തനായി തത്ര ഗുരുപദേശാന്വിതം ഭക്തി പൂണ്ടുജ്വലിപ്പിച്ച അഗ്നിദേവനെ ശക്തി തനിക്ക് വർദ്ധിച്ചു വരുവാനായി. നക്തഞ്ചരാധിപപുത്രനും എത്രയും വ്യക്തവർണ്ണസ്വരമന്ത്ര പുരസ്കൃതം കർത്തവ്യമായുള്ള കർമ്മം കഴിച്ചത് ചിത്രഭാനുപ്രസാദത്താൽ അതിദ്രുതം. ശസ്ത്രാസ്ത്ര ചാപരദാദികളോടും അന്തർധാന വിദ്യയും ലബ്ധ്വാ നിരാകുലം ഹോമസമാപ്തി പരുത്തി പുറപ്പെട്ടു രാമാദികളോട് പോരിനായ ശരൻ. പോർക്കളം ബുക്കൊരു നേരം കവികളും രാക്ഷസരെ ചെറുത്താർത്തടുത്തിടിനാർ. മേഘജാലം വർഷിക്കുന്നത് പോലെ മേഘനാഥൻ കണതൂകി തുടങ്ങിനാൻ. പാഷാണ പർവ്വത വൃക്ഷാദികൾ കൊണ്ട് ഭീഷണന്മാരായ വാനരവീരരും ദാരുണമായി പ്രഹരിച്ചു തുടങ്ങിനാർ. വാരണവാജിപദാതിരതികളും അന്തകൻ തൻപുരിയിൽ ചെന്നു പുക്കന്തം വരുന്നത് കണ്ടോരു രാവണി സന്താപമോടും അന്തർധനവും ചെയ്തു സന്തതം തൂകിനാൻ ബ്രഹ്മാസ്ത്ര സഞ്ചയം. വൃക്ഷങ്ങൾ വെന്തു മുറിഞ്ഞു വീഴും വണ്ണം വൃക്ഷപ്രവരന്മാർ വീണു തുടങ്ങിനാർ. വമ്പരാം മാർക്കടന്മാരുടെ കയ്യിൽ വന്ന് 50, 100, 200, 500 അമ്പുകൾ കൊണ്ട് പിളർന്നു തെരുതെരക്കമ്പം കലർന്നു മോഹിച്ചു വീണീടിനാർ. 50 ബാണം വിവിധനേറ്റു പുനരൊമ്പത് മൈന്ദനും 5 ഗജന്മേലും 90 ബാണം നളനും തറച്ചിത വണ്ണമേറ്റു ഗന്ധമാതനന്മയിലും. ഈരൊമ്പതേറ്റിതു നീലനും 30 മീരഞ്ചു ബാണങ്ങൾ ജാമ്പവാൻമയിലും. 6 പനസനും 7 വിനതനീരാഴു ശ്രേഷ്ഠനും 8 കുമുദനും 6 ബാണം ഋഷഭനും കേസരിക്കാറും 50 കൂടെ വന്നേറ്റിതോ. 10 ശതബലിക്ക് 9 ധൂമ്രനും 10 മുരട്ടം പ്രമാദിക്കുമേറ്റിതോ. 10 പുനർ 25 ശക്തിയേറും വേഗദർശിക്കതുപോലെ. 40 കൊണ്ടോ ദതിമുഖൻ മെയിലും 42 ഗവാക്ഷനും ഏറ്റിതോ. 3 ഗവയനും 5 ശരഭനും 3 ഒരു 4 ഏറ്റോ സുമുഖനും. ദുർമുഖനേറ്റത് 24 സമ്മാനമായ 65 താരനും. ജ്യോതിർമുഖനും 60 ഏറ്റോ പുനരാതങ്കമോട് 80 അഗ്നിവദനനും. അങ്കദന്മേൽ 75 കൊണ്ടിതു തുങ്കനാൻ സുഗ്രീവനേറ്റോ ശരശതം. ഇത്തം കപികുലനായകന്മാർ 67 കോടിയും വീണിതോ പോതലേ. മാർക്കടന്മാർ 21 വെള്ളവും ആർക്കതനേനും വീണോരനന്തരം. ആവതില്ലേതുമി നിന്നു നമുക്കെന്നു ദേവദേവന്മാരും അന്യോന്യമന്നേരം. വ്യാകുലം പൂണ്ട് പറഞ്ഞു നിൽക്കേരുഷ രാഘവന്മാരെയും എയ്തു വീട്ടിടിനാൻ. മേഘനാഥൻ മഹാവീര്യവ്രതധരൻ ശോകവിഷണ്ണമായി നിശ്ചലമായതോ. ലോകവും കൗണബാധീശ ജയത്തിനാൽ അഖണ്ഡലാരിയും ശംഖനാദം ചെയ്തു വേഗേന ലങ്കയിൽ പുക്കിരുന്നീടിനാൻ.
ലേഖസമൂഹവും ആഴ്കീശദാശയ. ഔഷധത്തിനായിട്ട് ഹനുമാന്റെ ഗമനമാണ്. കൈകസീനന്ദനായ വിഭീഷണൻ ഭാഗവതോത്തമൻ ഭക്തപരായണൻ പൊക്കുവൻ മേലിലാപത്തു ഞാൻ എന്നോർത്തു പോർക്കളം കൈവിട്ടു വാങ്ങി നിന്നീടിനാൻ. കൊള്ളിയും മിന്നിക്കിടക്കുന്നതിൽ പ്രാണനുള്ളവരാരെന്നറിയണമെന്നോർത്ത് നോക്കി നോക്കി സഞ്ചരിച്ചു തുടങ്ങിനാൻ. അകമേറും വായുപുത്രനും അന്നേരം ആരിനിയുള്ളതൊരു സഹായത്തിനെന്നാരായിക വേണമെന്നോർത്തവനും തഥാം. ശാഖാമൃഗങ്ങൾ കിടക്കുന്നവർകളിൽ ചാകാതവരിൽ ഇതിലാരെന്നു നോക്കുവാൻ ഏകാകിയായി നടക്കുന്ന നേരം തത്ര രാഘവ ഭക്തൻ വിഭീഷണനെ കണ്ടു. തമ്മിൽ അന്യോന്യമറിഞ്ഞ ദുഃഖം പൂണ്ടു നിർമ്മലന്മാർ നടന്നിടിനാർ. പിന്നെയും പദോജ സംഭവനന്ദനൻ ജാംബവാൻ താതൻ അനുഗ്രഹം കൊണ്ടു മോഹം തീർന്ന കണ്ണമിഴിപ്പാൻ അരുതാഞ്ഞിരിക്കുമ്പോൾ ചെന്നു വിഭീഷണൻ ചോദിച്ചിതാദരാൽ, നിന്നുടെ ജീവനുണ്ടോ കവിപുങ്കവ? നന്നായതെങ്കിൽ നീ എന്നെ അറിഞ്ഞിതോ. കണ്ണുമിഴിച്ചുകൂടാ രുധിരം കൊണ്ട് നിന്നുടെ വാക്കു കേട്ടുള്ളിൽ പാതിമേ. രാക്ഷസരാജൻ വിഭീഷണൻ എന്നതു സാക്ഷാൽ പരമാർത്ഥമെന്നോട് ചൊല്ലുക. സത്യം വിഭീഷണനായതു ഞാനിടോ, സത്വമതേ പുനരെന്നതു കേട്ടവൻ. ചോദിച്ച് ആശരാധീശ്വരൻ തന്നോട്, ബോധമുണ്ടല്ലോ ഭവാനേറ്റമാകയാൽ മേഘനാദസ്ത്രങ്ങളേറ്റു മരിച്ചോരു ശാഖാമൃഗങ്ങളിൽ നമ്മുടെ മാരുതി ജീവനോടെ പുനരെങ്ങാനുമുണ്ടെങ്കിൽ അവതെല്ലാം തിരയേണം ഇനിയടോ. ചോദിച്ചിതാശു വിഭീഷണൻ, എന്തെടോ വാദാത്മജനിൽ വാത്സല്യമുണ്ടായതും? രാമസൗമിത്രി സുഗ്രീവ അങ്കദാദികളാം അവരേവരിലും വിശേഷിച്ചു നീ ചോദിച്ചതെന്തു സമീരണപുത്രനെ, മോദിച്ചതെന്തവനെ കുറിച്ചേറ്റവും? എങ്കിലോ കേൾക്ക നീ, മാരുതിയുണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കും അറിഞ്ഞാലും. മാരുതപുത്രൻ മരിച്ചിതെന്നാകിൽ മറ്റാരുമില്ലൊക്കെ മരിപ്പതിനൊക്കുമേ. സാരസ സംഭവ പുത്രവാക്യം കേട്ടു മാരുതിയും ബഹുമാനിച്ചു സാദരം. ഞാനിതല്ലോ മരിച്ചില്ലെന്നവൻ കാൽക്കലാമോദം ഉൾക്കൊണ്ടു വീണു വണങ്ങിനാൻ. കടമായ ശ്ലേഷവും ചെയ്തു ജാംബവാൻ കൂടെ തലയിൽ മുകർന്നു ചൊല്ലിടിനാൻ. മേഘനാദസ്ത്രങ്ങളേറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളെയും പിന്നെ നമ്മുടെ രാഘവന്മാരെയും ജീവിച്ചിരുത്തുവാനാകുന്നവരാരുമില്ല. നീ എന്നിയെ പോകവേണം നീ ഹിമവാനയും കടന്നാകുല മറ്റു കൈലാസ ശൈലത്തോളം. കൈലാസ സന്നിധിയിൽ ഇങ്കൽ ഋഷഭാദ്രിമേലുണ്ട് ദിവ്യ ഔഷധങ്ങൾ അറിക നീ. 4 ദിവ്യ ഔഷധങ്ങൾ, അവറ്റിനു 4 നാമങ്ങളും കേട്ടുകൊള്ളുക. മുൻപിൽ വിശല്യകരണി എന്നൊന്നെടോ, പിൻപു സന്താനകരണി, 3-മതം നല്ല സുവർണകരണി, 4-മതം ചൊല്ലുവൻ ഞാൻ മൃതസഞ്ജീവനി സഖേ. 2 ശൃംഗങ്ങൾ ഉയർന്നു കാണാമവ, 2നും മധ്യേ മരുന്നുകൾ നിൽപ്പതും. ആദിത്യനോളം പ്രഭയുണ്ടു 4നും, വേദസ്വരൂപങ്ങളെന്നും അറിയുക നീ. വരാനിധിയും വനങ്ങൾ ശൈലങ്ങളും ചാരുനദികളും രാജ്യങ്ങളും കടന്നാരാൽ വരിക. മരുന്നുകളും കൊണ്ടു മാരുതനന്ദന പോക നീ വൈകാതെ.
ഇത്തം വിധിസുതവാക്കുകൾ കേട്ടവൻ ഭക്ത്യാ തൊഴുതു മാഹേന്ദ്രമേറിടിനാൻ. മേരുവിനോളം വളർന്നു ചമഞ്ഞവൻ വാരാനിധിയും കുലപർവ്വതങ്ങളും ലങ്കയും രാക്ഷസരും വിറയ്ക്കും വണ്ണം ശങ്കാരഹിതം കരുത്തോടലറിനാൻ. വായുവേഗേന കുതിച്ചുയർന്നമ്പരേ പോയവൻ നിഹാരശൈലവും പിന്നിട്ട് വൈരിഞ്ചമണ്ഡവും ശങ്കരശൈലവും നേരെ ധരാനദിയും അളകാപുരം മേരുരിയും ഋഷഭാദ്രിയും കണ്ടു മാരുതി വിസ്മയപ്പെട്ടു നോക്കിയിടിനാൻ. മാരുതനന്ദനൻ ഔഷധത്തിനങ്ങു മാരുതവേഗേന പോയതറിഞ്ഞൊരു ചാരവരന്മാർ നിശാചരാധീശനോടരുമറിയാതെ ചെന്നു ചൊല്ലിയിടിനാർ. ചാരവാക്യം കേട്ടു രാത്രി ചരാധിപൻ പാരം വിചാരം കലർന്നു മരുവിനാൻ. ചിന്താവശനായി മുഹൂർത്തമിരുന്നവൻ അന്തർഗൃഹത്തിങ്കൽ നിന്നും പുറപ്പെട്ടു. രാത്രിയിലാരും സഹായവും കൂടാതെ രാത്രിഞ്ചരാധിപൻ കാലനേമീ ഗൃഹം പ്രാപിച്ചളവത് വിസ്മയം പൂണ്ടവനാപൂർണമോദം തൊഴുതു സന്ത്രസ്തനായി. അർഘ്യാദികൾ കൊണ്ട് പൂജിച്ചു ചോദിച്ചാനർക്കോദയം വരും മുമ്പേ ലഘുതരം ഇങ്ങെഴുന്നുള്ളുവാൻ എന്തൊരു കാരണം ഇങ്ങനെ മറ്റുള്ള കമ്പടി കൂടാതെ. ദുഃഖനിപീഡിതനാകിയ രാവണൻ അക്കാലനേമിതന്നോടു ചൊല്ലിയിടിനാൻ. ഇക്കാല വൈഭവമെന്തു ചൊല്ലാവതുമൊക്കെ നിന്നോടു ചൊൽവാനത്ര വന്നതും. ശക്തിമാനാകിയ ലക്ഷ്മണൻ എന്നുടെ ശക്തിയേറ്റാശു വീണിടിനാൻ ഭൂതലേ. പിന്നെ വിരിഞ്ചാസ്ത്രമേതും ആത്മജൻ മന്നവന്മാരെയും വാനരന്മാരെയും കൊന്നു രണാങ്കണം തന്നിൽ വീഴ്ത്തിയിടിനാൻ. വെന്നിപ്പറിയും അടുപ്പിച്ചിതാത്മജൻ ഇന്ന് ജീവിപ്പിച്ചുകൊള്ളുവാൻ മാരുതനന്ദനൻ ഔഷധത്തിനു പോയിടിനാൻ. ചെന്നു വിഗ്രഹം വരുത്തേണം അതിനു നീ നിന്നോടുപായവും ചൊല്ലാമതിന്നെടോ. താപസനായി ചെന്നു മാർഗമധ്യേ പൊക്കു പാപവിനാശനമായുള്ള വാക്കുകൾ ചൊല്ലി മോഹിപ്പിച്ചു കാലവിളംബനം വല്ല കണക്കിലും നീ വരുത്തിയിടണം. താമസവാക്കുകൾ കേട്ട നേരം കാലനേമിയും രാവണൻ തന്നോട് ചൊല്ലിനാൻ. സമവേദജ്ഞ സർവജ്ഞാലങ്കേശ്വര സാരമാമെന്നുടെ വാക്കുകൾ കേൾക്കേണമേ. നിന്നെക്കുറിച്ച് മരിപ്പതിനിക്കാലമെന്നുള്ളിലേതും മടിയില്ല നിശ്ചയം. മരീജനെ കണക്കെ മരിപ്പാൻ മനതാരിൽ എനിക്കേതുമില്ലൊരു ചഞ്ചലം. മക്കളും തമ്പിമാരും മരുമക്കളും മക്കളുടെ നല്ല മക്കളും ഭൃത്യരും ഒക്കെ മരിച്ചു. നീ ജീവിച്ചിരുന്നിട്ടു ദുഃഖമൊഴിഞ്ഞെന്തൊരു ഫലമുള്ളതും. എന്തു രാജ്യം കൊണ്ടു പിന്നെ ഒരു ബലം, എന്തു ഫലം തവ ജാനകിയെ കൊണ്ടും ഹന്ത ജഡാത്മകമായ ദേഹം കൊണ്ടും എന്തു ബലം തവ ചിന്തിച്ചു കാൺകെടോ. സീതയെ രാമനു കൊണ്ടേ കൊടുത്തു നീ സോദരനായി കൊണ്ടു രാജ്യവും നൽകുക. കാനനം തന്നിൽ മനിവേഷവും പൂണ്ടു മാനസശുദ്ധിയോടും കൂടി നിത്യവും പ്രത്യുഷശുദ്ധായ ശുദ്ധതോയെ കുളിച്ചത്യന്ത ഭക്തിയോടർക്കോദയം കണ്ടു സന്ധ്യാ നമസ്കാരവും ചെയ്തു ശീഘ്രമേകാന്തേ സുഖാസനം പ്രാപിച്ചു തുഷ്ടനായി സർവവിഷയസംഘങ്ങളും കൈവിട്ടു സർവേന്ദ്രിയങ്ങളും പ്രത്യാഹരിച്ചുടൻ ആത്മനി കണ്ടാത്മാനം ആത്മനാം സാത്മോദയം കൊണ്ടു സർവലോകങ്ങളും
സ്ഥാവര ജംഗമജാതികളായുള്ള ദേവതിര്യക് മനുഷ്യാദി ജന്തുക്കളും ദേഹബുദ്ധീന്ദ്രിയാദ്യങ്ങളും നിത്യനാം ദേഹി സർവത്തിനും ആധാരമെന്നതും ആ ബ്രഹ്മസ്തംഭ പര്യന്തമായെന്തോന്നോ താല്പര്യം ഉൾക്കൊണ്ട് കണ്ടതും കേട്ടതും ഒക്കെ പ്രകൃതി എന്നത്രേ ചൊല്ലപ്പെടും സൽഗുരുമായി എന്നും പറഞ്ഞിടുന്നു. ഈ കഡലോക വൃക്ഷത്തിനനേകത സർഗസ്ഥിതി വിനാശങ്ങൾക്കു കാരണം ലോഹിത ശ്വേത കൃഷ്ണാതിമയങ്ങളാം ദേഹങ്ങളെ ജനിപ്പിക്കുന്നതും മായ. പുത്രഗണം കാമക്രോധാദികളെല്ലാം പുത്രികളും തൃഷ്ണഹിംസാദികളെടോ തന്റെ ഗുണങ്ങളെ കൊണ്ട് മോഹിപ്പിച്ചു തന്റെ വശത്താക്കും ആത്മാവിനെ അവൾ. കർത്തൃത്വ ഭോക്തൃത്വ മുഖ്യ ഗുണങ്ങളെ നിത്യം ആത്മാവാകും ഈശ്വരൻ തങ്കലേ ആരോപണം ചെയ്തു തൻ്റെ വശത്താക്കി നേരെ നിരന്തരം ക്രീഡിച്ചു കൊള്ളുന്നു. ശുദ്ധനാത്മാപരനേകൻ അവളോട് യുക്തനായി വന്നു പുറത്തു കാണുന്നതും തന്നെ ആത്മാവിനെ താൻ മറക്കുന്നിതന്വകമായ ഗുണവിനോദത്തിനാൽ ബോധസ്വരൂപനായ ഒരു ഗുരുവിനാൽ ബോധിതനായാൽ നിവൃത്തേന്ദ്രിയനുമായി കാണുന്നിതാത്മാവിനെ സ്പഷ്ടമായി സദാ വേണ്ടുന്നതെല്ലാം അവന് വന്നു തഥാ ദൃഷ്ട്വാ പ്രകൃതി ഗുണങ്ങളോടാശുവേർപ്പെട്ട് ജീവൻ മുക്തനായി വരും ദേഹിയും. നീയും ഏവം സദാത്മാനം വിചാരിച്ചു മായാഗുണങ്ങളിൽ നിന്ന് വിമുക്തനായി അധ്യപ്രഭൃതി വിമുക്തനാത്മാവിധിജ്ഞാത്വാ നിരസ്താശയാചിത കാമനായി ധ്യാനനിരതനായി വാഴുകെന്നാൽ വരുമാനന്ദമേതും വികൽപ്പമില്ലോർക്ക നീ. ധ്യാനിപ്പതിന്നു സമർത്ഥനല്ലെങ്കിലോ മാനസേ പാവനേ ഭക്തി പരവശേ നിത്യം സഗുണനാം ദേവനെ ആശ്രയിച്ചത്യന്ത ശുദ്ധ്യാ സ്വബുദ്ധ്യാ നിരന്തരം ഹൽപർമ്മകർണികാ മധ്യേ സുവർണപീഠോൽപരരത്നഗണാജിതേ നിർമ്മലേ ശ്ലിഷ്ണമൃദൂദരേ സീതയാ സംസ്ഥിതം ലക്ഷ്മണ സേവിതം ബാണധനുർധരം വീരാസനസ്ഥം വിശാല വിലോചനമൈരാവതീ തുല്യപീതാംബരധരം ഹാരകിരീടകയോരംഗതാങ്കുലിയോരു രത്നകാഞ്ചിത കുണ്ടലനൂപുരം ചാരു കടക കടിസൂത്ര കൗസ്തുഭസാര സമാല്യവനമാലികാധരം ശ്രീവത്സവക്ഷസം രാമം രമാവരം ശ്രീവാസുദേവം മുകുന്ദം ജനാർദ്ദനം സർവഹൃദയസ്ഥിതം സർവേശ്വരം വരം സർവവന്ദ്യം ശരണാഗതവത്സലം ഭക്ത്യാ പരബ്രഹ്മയുക്തനായി ധ്യാനിക്കിൽ മുക്തനായി വന്നുകൂടും ഭവാൻ നിർണയം. തച്ചരിത്രം കേട്ടുകൊള്ളുകയും ചൊൽകയും ഉച്ചരിച്ചും രാമരാമേതി സന്തതം ഇങ്ങനെ കാലം കഴിച്ചു കൊള്ളുന്നാകിൽ എങ്ങനെ ജന്മങ്ങൾ പിന്നെയുണ്ടാകുന്നു? ജന്മജന്മാന്തരത്തിങ്കലുമുള്ളൊരു കൽമഷമൊക്കെ നശിച്ചു പോം നിശ്ചയം. വൈരം വെടിഞ്ഞതി ഭക്തി സംയുക്തനായി ശ്രീരാമദേവനെ തന്നെ ഭജിക്ക നീ. ദേവം പരിപൂർണമേകം സദാഹൃതി ഭാവിതം ഭാവരൂപം പുരുഷം പരം നാമരൂപാധിഹീനം പുരാണം ശിവം രാമദേവം ഭജിച്ചിടു നീ സന്തതം. രാക്ഷസേന്ദ്രൻ കാലനേമി പറഞ്ഞൊരു വാക്കുകൾ പീയൂഷതുല്യങ്ങൾ കേൾക്കയാൽ ക്രോധതാമ്രാക്ഷനായി വാളുമായി തൽഗളം ഛേദിപ്പതിനൊരുമ്പെട്ടു ചൊല്ലിയിടിനാൻ. നിന്നെ വെട്ടിക്കളഞ്ഞിട്ടിന് കാര്യങ്ങൾ പിന്നെയെല്ലാം വിചാരിച്ചു കൊള്ളാമെടോ. കാലനേമിവധം കാലനേമിക്ഷണതാചരണം നേരം മൂലമെല്ലാം വിചാരിച്ചു ചൊല്ലിടിനാൻ. രാക്ഷസരാജാ ദുഷ്ടാത്മൻ മതി മതി രൂക്ഷ സ്വഭാവം ഇതുകൊണ്ട് കിംബലം
നിന്നുടെ ശാസനം ഞാൻ അനുഷ്ഠിപ്പതിനെന്നുടെ സൽഗതിക്കുന്നു ധരിക്ക നീ. സത്യസ്വരൂപത്തെ വഞ്ചിപ്പതിന്നു ഞാൻ അധ്യാസമുദ്യുക്തനായേൻ മടിയാതെ എന്നു പറഞ്ഞു ഹിമാദ്രി പാർശ്വേ വൃഷം ചെന്നിരുന്നാൻ മുനിവേഷമായി തൽക്ഷണേ. കാണായിതാശ്രമം മയാ വിരചിതം നാനാ മുനിജന സേവിതമായതം ശിഷ്യാജന പരിചാരക സംയുത മൃഷ്യാശ്രമം കണ്ടു വായുതനയനും ചിന്തിച്ചു നിന്നാൻ. ഇവിടെ ഒരാശ്രമം എന്ത് മൂലം പണ്ടു കണ്ടിട്ടുമില്ല ഞാൻ. മാർഗവിഭ്രംശം വരികയോ കേവലമോർക്കേണമെൻ മനോവിഭ്രമമല്ലല്ലീ. നാനാപ്രകാരവും താപസനെ കണ്ടു പാനീയപാനവും ചെയ്തു ദാഹം തീർത്ത് കാണാം മഹൌഷധം നിൽക്കും അത്യുന്നതം ദ്രോണാജലം രഘുപുങ്കവാനുഗ്രഹാൽ ഇത്തം നിരൂപിച്ചൊരു യോജനായതം വിസ്താരമാണ്ഡമായാശ്രമമാശ്രമം രംഭാപനാസഗർജൂരകേരാമ്രാതി സമ്പൂർണമത്യച്ഛതോയ വാബീയുധം കാലനേമിത്രയാമാചാരനും തത്ര ശാലിയിൽ ഋത്തിക് സദസ്യാദികളോടും ഇന്ദ്രിയാഗന്ധൃഢമാർ അനുഷ്ഠിച്ച് ചന്ദ്രചൂട പ്രസാദം വരുത്തിടുവാൻ ഭക്ത്യാ ശിവപൂജയും ചെയ്തു വാഴുന്ന നക്തഞ്ചരേന്ദ്രനാം താപസശ്രേഷ്ഠനെ വീണോ നമസ്കാരവും ചെയ്തുടൻ ജഗൽ പ്രാണതനേനമിങ്ങനെ ചൊല്ലിനാൻ. രാമദൂതോഹം ഹനുമാനിധി മമ നാമം പവനജൻ അഞ്ജനാനന്ദനൻ രാമകാര്യാർത്ഥമായി ശ്രീരാമുരാശിക്കു സമോദമിന്നു പോകുന്നു തപോനിധേ. ദേഹരക്ഷാർത്ഥം ഇവിടേക്കു വന്നിതു ദാഹം പൊറാഞ്ഞു തണ്ണീർ കുടിച്ചിടുവാൻ. എങ്ങു ജലസ്ഥലമെന്നരുൾ ചെയ്യണമെങ്ങുമേ പാർക്കരുതെന്നെൻ മനോഗതം. മാരുതി ചൊന്നാനത് കേട്ടു നിശാചരൻ കാരുണ്യഭാവം നടിച്ചു ചൊല്ലിയിടിനാൻ. മാമകമായ കമണ്ഡലുസ്തം ജലമാമയം തിരുവോളം കുടിച്ചേടുക. പക്വഫലങ്ങളും ഭക്ഷിച്ചനന്തരം ദുഃഖം കളഞ്ഞു കുറഞ്ഞൊന്നുറങ്ങുക. ഏതം പരിഭ്രമിക്കേണ്ട ഭവാനിനെ ഭൂതവും ഭാവ്യവും മേലിൽ ഭവിപ്പദം ദിവ്യദൃശ കണ്ടറിഞ്ഞിരിക്കും ഇതു സുവ്യക്തമായതുകൊണ്ട് ചൊല്ലിയിടുവൻ. വാനരന്മാരും സുമിത്രാതനയനും മാനവവീര നിരീക്ഷിതരാകയാൽ മോഹവും തീർന്നെഴുന്നേറ്റിതെല്ലാവരും ആഹവത്തിനൊരുമിച്ചു നിന്നിടിനാർ. ഇതമാകർണ്യ ചൊന്നാൻ കാവി പൊങ്കവനെത്രയും കാരുണ്യശാലിയല്ലോ ഭവാൻ. പാരം പെരുതുമേ ദാഹം അതുകൊണ്ട് പോരാ കമണ്ഡല സംസ്ഥിതമാം ജലം. വായുതനയനേവം ചൊന്ന നേരത്ത് മായാവിരചിതനായ വടുവിനെ ത്വയാകരൻ ചെന്നു കാട്ടിക്കൊടുക്കെന്നു പോയോ മുതാകാല നേമിയും ചൊല്ലിനാൻ. നേത്രനിമീലനം ചെയ്തു പാനീയവും പിത്വാ മമാന്തികം പ്രാപിക്ക സത്വരം. എന്നാൽ നിനക്ക് ഔഷധം കണ്ടു കിട്ടുവാൻ ഇന്ന് നല്ലൊരു മന്ത്രോപദേശം ചെയ്വൻ എന്നത് കേട്ട് വിശ്വാസേന മാരുതി ചെന്നാനയച്ച വടുവിനോടും മുതാം കണ്ണുമടച്ചു ആഭീതടം പ്രാപിച്ചു തണ്ണീർ കുടിപ്പാൻ തുടങ്ങും ദശാന്തരേ. വന്നു ഭയങ്കരിയായ മകരി ഉന്നതനായ മഹാകവിവീരനെ തിന്നുകളവാൻ ഒരുമ്പെട്ട നേരത്തു കണ്ണമിഴിച്ചു കബീന്ദ്രനും നോക്കിനാൻ. വക്രം പിളർന്നു കണ്ടോരു മകരിയെ ഹസ്തങ്ങൾ കൊണ്ട് പിളർന്നാൻ കപിവരൻ. ദേഹം ഉപേക്ഷിച്ചു മേൽപോട്ട് പോയിതു ദേഹിയും മിന്നൽ പോലെ തത്വത്ഭുതം. ദിവ്യ വിമാനദേശേ കണ്ടിതന്നേരം ദിവ്യരൂപത്തോടു നാരീമണിയെയും ചേതോഹരാംഗിയാം അപ്സര സ്ത്രീ മണിവാദാത്മജനോട് ചൊന്നാളതു നേരം. നിന്നുടെ കാരുണ്യമുണ്ടാകയാൽ എനിക്കിന്ന് വന്നു ശാപമോക്ഷം കവിവരാം. മുന്നമൊരപ്സര സ്ത്രീ ഞാനൊരു മുനിതന്നുടെ ശാപേന രാക്ഷസിയായതും
ധന്യമാലീതിമേ നാമം ഹാമതേ. മാന്യനാം നീ ഇനിയൊന്നു ധരിക്കണം അത്ര പുണ്യാശ്രമേ. നീ കണ്ട താപസൻ നക്തഞ്ചരൻ കാലനേമി മഹാകലൻ. രാവണ പ്രേരിതനായി വന്നിരുന്നവൻ താപക മാർഗവിഘ്നം വരുത്തിയിടുവാൻ താപസവേഷം ധരിച്ചിരിക്കുന്നു താപസദേവഭൂദേവാദിഹിംസകൻ. ദുഷ്ടന വേഗം വധിച്ചു കളഞ്ഞിനി പുഷ്ടമോദം ദ്രോണപർവ്വതം പ്രാപിച്ച് ദിവ്യൌഷധങ്ങളും കൊണ്ടങ്ങു ചെന്നിനി ക്രവ്യാത വംശമശേഷമൊടുക്കുക. ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു വാനരവീരാ കുശലം ഭവിക്കതേ. പോയാളി വണ്ണം പറഞ്ഞവൾ മാരുതി മായാവിയാം കാലനേമിതൻ നന്ദികേ ചൊന്നാനവനോട് ചൊന്നാൻ ആസുരനും വന്നിടുവാൻ ഇത്ര വൈകിയതെന്തടോ. കാലമിനിക്കളയാതെ വരിക നീ മൂലമന്ത്രോപദേശം ജീവനാശു ഞാൻ. ദക്ഷിണയും തന്നഭിവാദ്യവും ചെയ്യുക ദക്ഷനായി വന്നുകൂടുമ്പവാൻ നിർണയം. തൽക്ഷണേ മുഷ്ടിയം ബദ്ധ്വാ ദൃഢതരം രക്ഷപ്രഭരോത്തമാങ്കേ കവിവരൻ ഒന്നടിച്ചാനത് കൊണ്ടവനും തഥാ ചെന്നു ബുക്കീടിനാൻ ധർമ്മരാജാലയം. ദിവ്യൌഷധബലം ക്ഷീരാർണവത്തെയും ദ്രോണാചലത്തെയും മാരുതി കണ്ടു വണങ്ങി നോക്കും ഇതോ. ഔഷധാവാസമൃഷവാദ്രിയും കണ്ടിത് ഔഷധമൊന്നുമേ കണ്ടതും ഇല്ലല്ലോ. കണാഞ്ഞു കോപിച്ചു പർവ്വതത്തെ പറിച്ചെണാങ്കബിംബം കണക്കേ പിടിച്ചവൻ കൊണ്ടുവന്നൻപോടു രാഘവൻ മുമ്പിൽ വച്ചിണ്ടൽ തീർത്തിടിനാൻ. വൻപടയ്ക്കം നേരം കൊണ്ടൽ നേർവർണ്ണനും പ്രീതി പൂണ്ടാൻ നീലകണ്ഠനും ആനന്ദമായി വന്നിതേറ്റവും. ഔഷധത്തിൻ കാറ്റു തട്ടിയ നേരത്ത് ദോഷമകന്നെഴുന്നേറ്റിതെല്ലാവരും. മുന്നമിരുന്ന വണ്ണം തന്നെ ആക്കണമെന്നു തന്നെ ശൈലമില്ലൊരു സംശയം. അല്ലായിലെങ്ങനെ രാത്രിഞ്ചരബലം കൊല്ലുന്നതെന്നരുൾ ചെയ്തോരനന്തരം. കുന്നും എടുത്തുയർന്നാൻ കവിപുങ്കവൻ വന്നാൻ അരനിമിഷം കൊണ്ടു പിന്നെയും. യുദ്ധേ മരിച്ച നിശാചരന്മാരുടൽ നക്തഞ്ചരേന്ദ്ര നിയോഗ്യന രാക്ഷസർ വാരാനിധിയിലിട്ടിടിനാരെന്നത് കാരണം ജീവിച്ചതില്ല രക്ഷോഗണം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര രാമനാമ സങ്കീർത്തനം. ജയ് ജയ് രാമ രാമ, ജയ് ജയ് സീതാരാമ, ജയ് ജയ് രാമ രാമ.